നിങ്ങളൊരു കൺസ്ട്രക്ഷൻ ലേബറാണോ? അല്ലെങ്കിൽ ഒരു വെയിറ്റർ, പ്ലംബർ, ഇലക്ട്രീഷ്യന്, AC ടെക്നീഷ്യന്, ഹെവി വെഹിക്കിൾ ഡ്രൈവർ ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായിട്ട് കണ്ടു. ഇങ്ങനെയുള്ള പ്രൊഫഷണലുകൾക്ക് ഇവിടെ ദുബായിൽ അല്ലെങ്കിൽ UAEയിലുള്ള ജോലി സാധ്യതയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഹബീബി, കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ബ്ലൂ കോളർ ജോബ് ലിസ്റ്റിലെ ആദ്യത്തെ പ്രൊഫൈൽ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ലേബേഴ്സ് ആണ്. ഈ കൺസ്ട്രക്ഷൻ ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മേശിരിമാരില്ലേ, മേശിരിമാർ, ബ്രിക്ക്ലേഴ്സ്, അതേപോലെ തന്നെ കാർപ്പൻറ്റേഴ്സ്, ഇങ്ങനെയുള്ള അതായത് ഒരു ബിൽഡിങ്, നമ്മുടെ നാട്ടിലൊരു ബിൽഡിങ് വെക്കുമ്പം ആ ബിൽഡിങ് വെക്കാൻ ഏതൊക്കെ മേഖലയിലുള്ള ആളുകൾ വേണം, അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ ലേബേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇവിടെ ഈ പറയുന്ന കൺസ്ട്രക്ഷൻ ലേബേഴ്സ് മേഖലയിൽ ജോലി കിട്ടുന്നത്. ഇനി ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത നമുക്കൊന്ന് പറയാം. ഇങ്ങനെയുള്ള റോളുകൾക്ക്, അതായത് കൺസ്ട്രക്ഷൻ ലേബർ റോളുകൾക്ക് ഇവിടെ ഒരു എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയ ഇല്ല, ഒരു നിർബന്ധമായിട്ട് ഇത്ര എഡ്യൂക്കേഷൻ വേണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു SSLC ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബെറ്റർ ആയിരിക്കാം. നിങ്ങൾക്കൊരു നാളെ ഒരു പ്രൊമോഷൻ ഒക്കെ ഒരു ഫോർമാനോ സൂപ്പർവൈസറോ ഒക്കെ ആവണമെങ്കിൽ അങ്ങനെ ഒരു തസ്തികയിലോട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊരു ബെറ്ററാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ലേബറായിട്ട് നിങ്ങൾ ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഒരു ട്രെയിനിങ് കോഴ്സുകളും സേഫ്റ്റി കോഴ്സുകളും ഒക്കെ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. അത് നിങ്ങളെ ഇവിടെ ഹയർ ചെയ്യുന്ന കമ്പനി ഏതാണോ ആ പർട്ടിക്കുലർ കമ്പനി നിങ്ങൾ ജോലിക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും തരും. നിങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് ട്രെയിനിങ്, അതായത് നമ്മുടെ നാട്ടിലെ പോലെ 10 നില കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്കും മറ്റേ കയറ് കെട്ടിയിട്ടിട്ട് പണിയെടുക്കുന്ന പരിപാടിയല്ല ഇവിടെ ഉള്ളത്. ഇവിടെ 10 അല്ല 20 അല്ല അതിനൊക്കെ മേളിലുള്ള വലിയ അത്രയും ഹൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഉയർന്നിട്ടുള്ള വലിയ വലിയ കെട്ടിടങ്ങളാണ് നിങ്ങൾ പണിയാൻ പോകുന്നത്. ആ സമയത്ത് ഇവിടെ സേഫ്റ്റി വളരെ കൃത്യമായിട്ട് പാലിക്കണം. സേഫ്റ്റി പ്രോട്ടോകോൾസ് അത് കൃത്യമായിട്ട് പാലിച്ച് അതിന് റോപ്പുകളും കൃത്യമായിട്ട് ഇപ്പം ഒരു അത്രയും വലിയ ഹൈറ്റിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സും സേഫ്റ്റി ഇക്വിപ്മെൻറ്റ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ വേണം ഇവിടെ വർക്ക് ചെയ്യാൻ. അങ്ങനെ യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കും ഫൈൻ കിട്ടും. അതുപോലെ നിങ്ങളെ ഹയർ ചെയ്യുന്ന കമ്പനിക്ക്, നിങ്ങളെ പണിയെടുപ്പിക്കുന്ന സൂപ്പർവൈസർക്കും എഞ്ചിനീയേഴ്സും എല്ലാവർക്കും ഉൾപ്പെടെ ഫൈൻ കിട്ടും. അപ്പം അതുകൊണ്ടാണ് നിങ്ങളൊരു ഹയർ ചെയ്യുന്നതിന് മുമ്പ്, നിങ്ങളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പറഞ്ഞ സേഫ്റ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലുള്ള അവയർനെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കണമെന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന കൺസ്ട്രക്ഷൻ മേഖലയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കൺസ്ട്രക്ഷൻ ലേബേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് ലെവൽ നോക്കാം. ഈ ഓരോ എക്സ്പീരിയൻസ് ലെവലിൽ ഇവർ ചെയ്യുന്ന ജോലികൾ അല്ലെങ്കിൽ ഇവർക്ക് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ലെവലിലേക്ക് ഇവരുടെ ഈ ഒരു മേഖലയിൽ പ്രൊമോട്ട് ചെയ്ത് പോകാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ പറഞ്ഞാൽ ഇവരെ നമ്മൾ 3 രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം: എൻട്രി, മിഡ്, സീനിയർ ലെവൽ. ഒരു എൻട്രി ലെവലുള്ള ഒരാൾക്ക് 0 മുതൽ 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇവരാണ് മെയിനായിട്ടും ലേബേഴ്സ്, ഹെൽപ്പേഴ്സ്, അതായത് ജനറൽ ഹെൽപ്പേഴ്സ് ആയിട്ടും വർക്ക് ചെയ്യുന്നത്. അതായത് ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മേശിരി ആണെങ്കിൽ ആ മേശിരി എന്താ പറയുക കട്ട കെട്ടി ആ ബിൽഡിങ്ങിൽ പൊക്കുന്ന ആൾ, അങ്ങനെയുള്ള ഒരാൾ. പിന്നെ ഹെൽപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മേശിരിമാർക്ക് അസിസ്റ്റൻ്റായിട്ട് നിൽക്കും. അതായത് ഇവർക്ക് ഈ പറഞ്ഞ ചാന്ത് കുഴച്ച് കൊടുക്കുക, അതുപോലെ കട്ട എടുത്ത് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മേഖലയിൽ വർക്ക് ചെയ്യാനും ഈ പറഞ്ഞ അതായത് ഒരു 0 മുതൽ 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഈ പറയുന്ന കൺസ്ട്രക്ഷൻ ജോലിയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇവർക്ക് ഈ പറയുന്ന രീതിയിൽ മാത്രമേ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റൂ. ഇനി ഈ മിഡ് ലെവലുള്ള ഒരാൾക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 2 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ്, അത് ഇവിടെ GCC തന്നെ വേണമെന്നല്ല, നിങ്ങൾ നാട്ടിലൊരു 2 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഈ പറഞ്ഞ മിഡ് ലെവലിൽ വരുന്ന ഒരു കുറച്ച് ആൾക്കാരെന്ന് പറഞ്ഞാൽ ആ ഒരു ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് കാർപ്പൻറ്റേഴ്സ്, മേശന്മാർ, അതുപോലെ സ്കിൽഡ് വർക്കേഴ്സ്, ഇങ്ങനെയുള്ളവരെയാണ് ഈ പറഞ്ഞ മേഖലയിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു തസ്തികയിലേക്ക് ഇവരെയാണ് നിയമിക്കുന്നത്. അടുത്താണ് സീനിയർ ലെവൽ. ഈ സീനിയർ ലെവലുള്ള ഒരു കൺസ്ട്രക്ഷൻ ലേബറിന് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 5 വർഷത്തിന് മുകളിൽ നിങ്ങളുടെ ഹോം കൺട്രിയിലും ഉള്ള എക്സ്പീരിയൻസ് മതി. ഇങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന, അതായത് ഇവരെ നിങ്ങൾക്ക് ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരു ഫോർമാനായിട്ട്, നിങ്ങൾക്ക് ഒരു സൂപ്പർവൈസറായിട്ടൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സാധാരണ ലേബറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ശമ്പളവും കാര്യങ്ങളൊക്കെ, കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ കുറച്ചുകൂടെ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. ഇനി ഇവർക്ക് വേണ്ട ഒരു കീ സ്കിൽസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്നത് ഒരു ഫിസിക്കൽ ജോബാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത്, സ്റ്റാമിന, സ്ട്രെങ്ത് എന്നിവ വളരെ സ്ട്രോങ് ആയിരിക്കണം. അതായത് ഈ പറയുന്ന പോലെ ഫിസിക്കലി അൺസ്റ്റേബിൾ ആയ ഒരാൾക്ക് ഈ പറയുന്ന കൺസ്ട്രക്ഷൻ ലേബർ ജോലിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ നോളജ് വേണം. അതായത് ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയർ നിങ്ങൾക്കൊരു പ്ലാനും കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നോക്കിയിട്ട് എങ്ങനെയാണ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാനെ കൊണ്ടുള്ളൊരു നോളജ് വേണം. അതായത് നമ്മുടെ നാട്ടിലെ കന്നിമൂല, വടക്കേ മൂല, തെക്കേ മൂല ഒന്നുമല്ല, ഇവിടെ അങ്ങനത്തെ മൂലകളൊന്നും നോക്കാറില്ല. പകരം സ്കെച്ച് ചെയ്ത് തരും. ആ സ്കെച്ചിനനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനെ കൊണ്ടുള്ളൊരു മൂല ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ടൂൾസ്, മെഷീനറി എന്നിവയിലുള്ളൊരു പരിജ്ഞാനം നിങ്ങൾക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കണം. കാര്യം ഇങ്ങനെ
അങ്ങനെയുള്ള മെഷീനറീസ് ഒക്കെ കാര്യം നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസും കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും കൊണ്ടുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി ഈ കൺസ്ട്രക്ഷൻ ലേബേഴ്സിനെ ഇവിടെ യു എയിൽ മെയിനായിട്ടും ഹയർ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ കമ്പനീസ്, റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്, അതായത് റോഡ്, പാലം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണിയുന്ന ആളുകൾ, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെയാണ്. ഈ പറഞ്ഞ 3 മേഖലയിലാണ് ഇവിടെ ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ ലേബേഴ്സിനെ ഹയർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി നോക്കാം. ഒരു എൻട്രി ലെവലിലുള്ള ഒരാൾക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 1500 മുതൽ 2500 ദർഹംസ് വരെ, അതായത് INR എന്ന് പറയുന്നത് 30,000 മുതൽ 50,000 രൂപ വരെ. ഇനി നമുക്ക് മിഡ് ലെവലോട് നോക്കി കഴിഞ്ഞാൽ മിഡ് ലെവലുള്ള ഒരാൾക്ക് കിട്ടുന്ന ഒരു മാസത്തെ ഇവിടുത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 2500 മുതൽ 4000 ദർഹംസ് വരെ, അതായത് 50,000 മുതൽ 85,000 രൂപ വരെ. ഇനി ലാസ്റ്റ് സീനിയർ ലെവൽ, അതായത് ഫോർമാൻ, സൂപ്പർവൈസർ ഇങ്ങനെയുള്ള ലെവലുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 4000 മുതൽ 6000 ദർഹംസ് വരെ. ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് 85,000 മുതൽ 1,20,000 രൂപ വരെ. ഞാൻ നേരത്തെയുള്ള വീഡിയോയിലെല്ലാം പറഞ്ഞ അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. UAE എക്സ്പെഷ്യലി ദുബായ് എന്ന് പറയുന്നത് വളരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരുപാട് വേക്കൻസീസ് ഉണ്ടാവും. കാര്യം ഇപ്പം ഡെയിലിയാണ് റോഡുകളും പാലങ്ങളും വരുന്നത്. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു റിയൽ എസ്റ്റേറ്റ് ബൂമിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടർ ദുബായ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ മേഖലയിൽ അല്ലെങ്കിൽ അതായത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പിംഗ് മേഖലയിലൊക്കെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പറ്റിയൊരു സമയമാണ്. ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ UAE-ലോട്ടോ അല്ലെങ്കിൽ ദുബായിലോട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് പൈസയൊക്കെ കിട്ടുന്ന രീതിയിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ നല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നല്ല ജോലി കിട്ടി. നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാവും, ഞാൻ പറഞ്ഞല്ലോ, നാട്ടിലെ പോലുള്ള ഒരു സുഖവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ അങ്ങോട്ട് ചൂട് വരുന്ന സമയമാണ്, സമ്മർ കയറി വരികയാണ്, നല്ല ചൂടായിരിക്കും. ഇതൊക്കെ സഹിച്ച് നിങ്ങൾക്ക് ഇവിടെ പണിയെടുക്കാൻ പറ്റിയ കാശ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ കറക്റ്റ് പറ്റിയ സമയമാണ്. ഇപ്പോൾ ധൈര്യമായിട്ട് കയറി പോകുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രൊഫൈൽ നോക്കാം. അതാണ് പ്ലംബർ. ഈ പ്ലംബേഴ്സിന് നമ്മുടെ കൺസ്ട്രക്ഷൻ ലേബറെ പോലെയല്ല, ഇവർക്കൊരു മിനിമം എഡ്യൂക്കേഷൻ ആവശ്യമുണ്ട്. അതായത് ഒരു ഹൈസ്കൂൾ ഡിപ്ലോമ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ ഈ നമ്മുടെ നാട്ടിൽ ITIയിലൊക്കെ പോയി പഠിച്ചിട്ടുള്ളൊരു നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് അങ്ങനെയുള്ളൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ പെട്ടെന്ന് ജോലി കിട്ടാനൊക്കെ കൊണ്ടുള്ളൊരു ബെനിഫിറ്റ് ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുള്ളത് വഴി നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ പറഞ്ഞ പ്ലംബേഴ്സിന് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് നിങ്ങളൊരു ജോലി കിട്ടി, നിങ്ങൾ ജോലിക്ക് സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾ ജോലി തുടങ്ങണമെങ്കിൽ നിങ്ങൾക്കൊരു ലൈസൻസ് വേണം. അതായത് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ ദീവയുടെ ഒരു ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ആസ് എ പ്ലംബറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ഈ പറഞ്ഞ പ്ലംബേഴ്സിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം: എൻട്രി, മിഡ്, സീനിയർ ലെവൽ. ഒരു എൻട്രി ലെവലുള്ള ഒരു പ്ലംബർ എന്ന് പറഞ്ഞാൽ 0 മുതൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരു ഫ്രഷേഴ്സിനും നിങ്ങൾക്ക് ഈ പറഞ്ഞ മേഖലയിലേക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളൊരു ജനറൽ പ്ലംബിംഗ് വർക്ക് കാറ്റഗറിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് മേ ബി നിങ്ങൾക്കൊരു സീനിയർ പ്ലംബേഴ്സിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് ലെവലിലുള്ള ഒരു എൻട്രി ലെവലിലുള്ള പ്ലംബിംഗ് വർക്കുകളിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് നേരെ മിഡ് ലെവലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ്ഡ് പ്ലംബറായിട്ടും ഒരു പൈപ്പ് ഫിറ്ററായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് നേരെ സീനിയർ ലെവലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 5+ ഇയേഴ്സ് എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് സൂപ്പർവൈസറി റോൾസ്, അതുപോലെ പ്രൊജക്ട് മാനേജേഴ്സ്. ഇനി ഇവർക്ക് വേണ്ട ഒരു സ്കിൽസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതായത് പ്ലംബിംഗ് സിസ്റ്റത്തിലും ഇൻസ്റ്റാളേഷനിലും ഉള്ള ഒരു എക്സ്പീരിയൻസും ഒരു പരിജ്ഞാനവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ പൈപ്പ് ഫിറ്റിംഗ്, വെൽഡിംഗ് ആൻഡ് മെയിൻ്റെനൻസ് എന്നിവ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കൂടാതെ പ്ലംബിംഗ് മെറ്റീരിയൽസ്, ടൂൾസ് എന്നിവയെ നിങ്ങൾക്ക് നല്ലൊരു പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഇനി ഈ പറഞ്ഞ പ്ലംബേഴ്സിനെ ഹയർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 ഇൻഡസ്ട്രിയാണ് മെയിനായിട്ടും ഉള്ളത്. കൺസ്ട്രക്ഷൻ, അതായത് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, അതായത് 2 രീതിയിലുള്ള കൺസ്ട്രക്ഷൻ, അതായത് റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ ഉള്ള കമ്പനിയും കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻ ഉള്ള കമ്പനിയും നിങ്ങളെ ഹയർ ചെയ്യും. അതുപോലെ തന്നെ ബിൽഡിംഗ് മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ സർവീസ് കമ്പനീസ്. അപ്പോൾ ഈ പറഞ്ഞ കമ്പനികൾക്കൊക്കെ, ഈ മെയിൻ്റെനൻസ് കമ്പനികൾക്കൊക്കെ ഒരു പ്ലംബർ, ഈ പറഞ്ഞ ഇലക്ട്രീഷ്യന് ഇതുപോലുള്ള ആളുകളെല്ലാം വേണം. കാര്യം ഈ പറഞ്ഞ അവർ മാനേജ് ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ മെയിൻ്റെനൻസ് വർക്കുകൾക്ക്. അപ്പം ഇങ്ങനെയുള്ള കമ്പനികളും നിങ്ങളെ ഹയർ ചെയ്യും. ഇനി അടുത്ത ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പ്രോപ്പർട്ടി മാനേജ്മെന്റ് കമ്പനീസ്. ഈ പ്രോപ്പർട്ടികൾ മാനേജ് ചെയ്യുന്ന കമ്പനികളിലും നിങ്ങളെ ഈ പറഞ്ഞ പ്ലംബേഴ്സിനെ ഹയർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ഒരു സാലറി നോക്കാം. ഒരു എൻട്രി ലെവലുള്ള ഒരു പ്ലംബർക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 2500 മുതൽ 4500 ദർഹംസ് വരെ. INR നോക്കിക്കഴിഞ്ഞാൽ 50,000 മുതൽ 90,000
രൂപ വരെ. ഇനി നമുക്ക് മിഡ് ലെവലിലോട്ട് പോകാം. മിഡ് ലെവലുള്ള ഒരു പ്ലംബർക്ക് കിട്ടുന്ന ഒരു മാസം ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 4500 മുതൽ 7000 ദിർഹംസ് വരെ, അതായത് INR എന്ന് പറയുന്നത് 90,000 മുതൽ 1,40,000 രൂപ വരെയാണ് നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്ന ആവറേജ് സാലറി. ഇനി സീനിയർ ലെവൽ, അതായത് സൂപ്പർവൈസർ, മാനേജർ ലെവലുള്ള ഒരാൾ കിട്ടുന്ന ഒരു മാസം ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 7,000 മുതൽ 12,000 ദിർഹംസ് വരെ നിങ്ങൾക്ക് കിട്ടും. അതായത് 12,000 ദിർഹം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ അത്യാവശ്യം നല്ല എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഒരു ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന സാലറി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിനകത്തിൽ ഏറ്റവും വലിയ കാര്യം. INR എന്ന് പറയുന്നത് 1,40,000 മുതൽ 2,55,000 രൂപ വരെ. ഇനി നമുക്ക് അടുത്ത പ്രൊഫൈൽ നോക്കാം. അടുത്ത പ്രൊഫൈലാണ് ഇലക്ട്രീഷ്യൻ. ഈ ഇലക്ട്രീഷ്യനും ഹൈസ്കൂൾ ഡിപ്ലോമ നിർബന്ധമാണ്. അതുപോലെ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ITI കോഴ്സ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ വൊക്കേഷണൽ ട്രെയിനിങ് ഇൻ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ്, ഇതിന് ITI സർട്ടിഫിക്കറ്റോ ഏതൊരു ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടാനെ കൊണ്ടുള്ള ഒരു സാധ്യത കൂട്ടും. ഈ ഇലക്ട്രീഷ്യനും ഇവിടെ ദുബായിൽ വർക്ക് ചെയ്യണമെങ്കിൽ ലൈസൻസ് വേണം. അത് ലൈസൻസ് തരുന്ന അതോറിറ്റി എന്ന് പറയുന്നത് ദീവയാണ്. ഇനി നമുക്ക് ഇവരുടെ എക്സ്പീരിയൻസ് ലെവൽ നോക്കാം. ഇവരെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം: എൻട്രി, മിഡ്, സീനിയർ ലെവൽ. ഒരു എൻട്രി ലെവലുള്ള ഇലക്ട്രീഷ്യന് 0 മുതൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇവരെ ഒരു ജനറൽ ഇലക്ട്രിക്കൽ വർക്കുകൾ മാത്രമേ ഇവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി മിഡ് ലെവലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 2 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്കൊരു 2 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മിഡ് ലെവൽ ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യാം. അതായത് നിങ്ങളുടെ ഇവിടുത്തെ ഒരു ജോബ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇൻസ്റ്റാളേഷൻ ആൻഡ് റിപ്പയർസ് ആണ്. ഇനി നമുക്ക് നേരെ സീനിയർ ലെവലിലോട്ട് പോകാം. ഇവർക്ക് 5 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് സൂപ്പർവിഷൻ, ലാർജ് സ്കെയിൽ ഇലക്ട്രിക്കൽ പ്രൊജക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഡ്യൂട്ടീസ്. ഇനി ഇലക്ട്രീഷ്യന് വേണ്ട കീ സ്കിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻസ്റ്റാളേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റംസ്, അതുപോലെ സർക്യൂട്ട് അനാലിസിസ്, വയറിംഗ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്, നോളജ് ഓഫ് ഇലക്ട്രിക്കൽ കോഡ്സ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ സേഫ് ഹാൻഡ്ലിംഗ് ഓഫ് ഇലക്ട്രിക്കൽ ഇക്വിപ്മെന്റ്സ്. ഇനി ഇവരെയും ഹയർ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ, അതായത് റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻസ്, അതുപോലെ ഇൻഡസ്ട്രിയൽ മെയിൻ്റെനൻസ്, അതായത് മെയിൻ്റെനൻസ് ഇൻഡസ്ട്രീസ്, അങ്ങനെയുള്ള കമ്പനികൾ, അതുപോലെ യൂട്ടിലിറ്റീസ്, അതായത് ദീവ, പ്രൈവറ്റ് സെക്ടേഴ്സ്, ഇങ്ങനെയുള്ള ഈ പറഞ്ഞ 3 മേഖലകളാണ് ഇവരെ കൂടുതലായിട്ടും ഹയർ ചെയ്യാൻ സാധ്യതയുള്ളത്. ഇനി നമുക്ക് ഇവർക്ക് കിട്ടുന്ന ആവറേജ് സാലറി നോക്കാം. ഒരു എൻട്രി ലെവലുള്ള ഒരു ഇലക്ട്രീഷ്യന് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 2,500 മുതൽ 4,500 ദിർഹംസ് വരെയാണ്. INR-ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 50,000 മുതൽ 90,000 രൂപയ്ക്ക് അകത്ത്. നേരെ മിഡ് ലെവലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 4,500 മുതൽ 7,000 ദിർഹംസ് വരെ, അതായത് 90,000 മുതൽ 1,30,000 രൂപയ്ക്ക് അകത്ത്. ഇനി നമുക്ക് സീനിയർ ലെവലിൽ നോക്കാം. ഇവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 7,500 മുതൽ 12,000 ദിർഹംസ് വരെ, അതായത് 1.5 ലക്ഷം മുതൽ 2.5 ലക്ഷം രൂപ വരെ. അടുത്തതാണ് ഹെവി വെഹിക്കിൾ ഡ്രൈവേഴ്സ്. ഇവർക്കും ഈ പറഞ്ഞ പോലെ ഒരു ഹൈസ്കൂൾ ഡിപ്ലോമ ഉണ്ടായിരിക്കണം നിർബന്ധമായും. അതുപോലെ തന്നെ ഇവർക്ക് ഇവിടെ UAE വന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാലിഡ് ആയിട്ടുള്ള UAE ഹെവി വെഹിക്കിൾ ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം. നിങ്ങൾക്കൊരു ലൈസൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഡ്രൈവറായിട്ട്, അല്ലെങ്കിൽ ഒരു ഹെവി വെഹിക്കിൾ ഡ്രൈവറായിട്ട് നിങ്ങൾക്ക് UAE വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇവരുടെ ഒരു എക്സ്പീരിയൻസ് ലെവലും ഡെസിഗ്നേഷൻ നോക്കാം. ഒരു എൻട്രി ലെവലുള്ള ഒരു ഹെവി വെഹിക്കിൾ ഡ്രൈവർക്ക് വേണ്ട എക്സ്പീരിയൻസ് പറയുന്നത് 0 മുതൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഇവർക്ക് ഡെലിവറി ഡ്രൈവേഴ്സ്, ലൈറ്റ് ട്രക്ക് ഡ്രൈവേഴ്സ് എന്നിങ്ങനെയുള്ള ഡെസിഗ്നേഷനിൽ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇവർക്കൊരു ഹെവി വെഹിക്കിൾ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഇവർക്ക് അതിന് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ. ഇനി നമുക്ക് മിഡ് ലെവലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വർക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 2 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഒരു ഹെവി വെഹിക്കിൾ മിഡ് ലെവലുള്ള ഒരു ഡ്രൈവർക്ക് വേണ്ടത്. ഇവർക്ക് ഹെവി ട്രക്കും ബസ്സും ഓടിക്കാനെ കൊണ്ടുള്ള റൈറ്റ്സ് ഉണ്ട്. ഇനി നമുക്ക് നേരെ സീനിയർ ലെവലിലോട്ട് പോകാം. സീനിയർ ലെവലുള്ള ഒരാൾക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 5 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരിക്കേണ്ടത്. ഇവർക്ക് ഫ്ലീറ്റ് മാനേജേഴ്സ്, സീനിയർ ഡ്രൈവേഴ്സ് എന്നീ മേഖലകളിൽ, എന്നീ തസ്തികകളിൽ ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഇവർക്ക് വേണ്ട ഒരു കീ സ്കിൽസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ലാർജ് വെഹിക്കിൾസ് സേഫ് ആയിട്ട് ഓടിക്കാനുള്ളൊരു കഴിവ് ഉണ്ടായിരിക്കണം. അതുപോലെ റൂട്ട്, GPS, നാവിഗേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. കാര്യം ഇവിടെ ഈ പറയുന്ന ഏതൊരു സ്ഥലത്ത് പോകണമെങ്കിലും നമ്മൾ GPS, അതുപോലെ റൂട്ട് മാപ്പ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തെങ്കിൽ
മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു നോളജ് കൃത്യമായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ ബേസിക്, അതായത് വെഹിക്കിളിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു മെയിൻ്റെനൻസും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കാര്യം നിങ്ങളൊരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പാളിച്ചകൾ സംഭവിച്ച ഒരു ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പഞ്ചറോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ആ ഒരു യാത്ര നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ നിങ്ങളൊരു ഡെലിവറി വാൻ അല്ലെങ്കിൽ ഡെലിവറി വെഹിക്കിൾ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. നിങ്ങളൊരു പറയുന്ന സമയത്ത് കൃത്യസമയത്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ ഡെലിവറി ചെയ്യാനെ കൊണ്ടുള്ള ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ കീപ്പ് ചെയ്തിരിക്കണം. ഇനി ഈ പറഞ്ഞ ഹെവി വെഹിക്കിൾ ഡ്രൈവേഴ്സിനെ ഹയർ ചെയ്യുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ കൺസ്ട്രക്ഷൻ മേഖല. ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ശരിക്കും ഈ കൺസ്ട്രക്ഷൻ മെറ്റീരിയലുകൾ നിങ്ങൾ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ്, അതായത് ബസ്. ഇവിടുത്തെ മെയിൻ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ എന്ന ആർ ടി ആണ് ഇവിടുത്തെ ബസ്സുകളും കാര്യങ്ങളും എല്ലാം റൺ ചെയ്യുന്നത്. ഇത് ആർ ടി ഐ പറയുന്നവരുടെ പബ്ലിക് സ്ഥാപനമാണെങ്കിലും പ്രൈവറ്റ് സെക്ടേഴ്സിനൊക്കെ കോൺട്രാക്ട് ബേസിസിൽ ഇത് കൊടുക്കും. അപ്പോൾ നിങ്ങളെ ഹയർ ചെയ്യുന്നത് ഓഫ് കോഴ്സ് നിങ്ങളെ പറയുന്നത് കോൺട്രാക്റ്റിംഗ് കമ്പനികളായിരിക്കും. ആർ ടി ഐയിൽ നിന്ന് കോൺട്രാക്ട് എടുത്തിട്ടുള്ള കമ്പനികളായിരിക്കും നിങ്ങളെ ഹയർ ചെയ്യുന്നത്. നിങ്ങളിവിടെ ഒരു ബസ് ഡ്രൈവറായിട്ടൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്, നല്ല സാലറി കിട്ടും. അതുപോലെ തന്നെ നല്ല ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ജോലിയാണ് ഈ പറയുന്ന ഇവിടുത്തെ പബ്ലിക് സെക്ടറിലുള്ള ബസ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ ഇവരുടെ ഒരു സാലറിയിലോട്ട് പോകാം. ഒരു എൻട്രി ലെവലിലുള്ള ഡ്രൈവേഴ്സിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് AED 2500 മുതൽ 4000 ദർഹംസ് വരെയാണ്. INR നോക്കിക്കഴിഞ്ഞാൽ 50,000 മുതൽ 80,000 രൂപ വരെ. ഇനി നേരെ നമുക്ക് മിഡ് ലെവലിലോട്ട് പോകാം. ഇവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് AED 4000 മുതൽ 6500 ദർഹംസ് വരെയാണ്. അതായത് 80,000 മുതൽ 1,30,000 രൂപ വരെ. ഇനി ലാസ്റ്റ് സീനിയർ ലെവൽ, ഇവരുടെ സാലറി എന്ന് പറയുന്നത് AED 6500 മുതൽ 9000 ദർഹംസ് വരെ. അതായത് 1,30,000 മുതൽ 1,80,000 രൂപ വരെ. അടുത്തതാണ് വെയിറ്റേഴ്സ് ആൻഡ് വെയിട്രസ്. ഇവർക്കും ഒരു ഹൈസ്കൂൾ മിനിമം ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇവർക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി ട്രെയിനിങ്, കസ്റ്റമർ ഫേസിംഗ് റോള് എന്നീ മേഖലയിലുള്ള ഒരു എക്സ്പീരിയൻസും അതുപോലെ എന്നീ മേഖലയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇനി നമുക്ക് ഇവരുടെ ഒരു എക്സ്പീരിയൻസ് ലെവലും ഡെസിഗ്നേഷൻ നോക്കാം. ഇവരെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം: എൻട്രി, മിഡ്, സീനിയർ ലെവൽ. ഒരു എൻട്രി ലെവലുള്ള ഒരു വെയിറ്റർ അല്ലെങ്കിൽ ഒരു വെയിറ്റേഴ്സിന് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 0 മുതൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഇവർക്ക് ബേസിക് വെയിറ്റിംഗ് സ്റ്റാഫ് അതുപോലെ ഫുഡ് റണ്ണർ എന്നീ തസ്തികകൾ എന്നീ ഡെസിഗ്നേഷനിലാണ് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നേരെ മിഡ് ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 1 മുതൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഇവർക്ക് എക്സ്പീരിയൻസ്ഡ് വെയിറ്റ് സ്റ്റാഫായിട്ടും അതുപോലെ ഷിഫ്റ്റ് സൂപ്പർവൈസർ എന്നിങ്ങനെയുള്ള ഡെസിഗ്നേഷനിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് നേരെ സീനിയർ ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 3 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് റെസ്റ്റോറന്റ് മാനേജേഴ്സ് ആൻഡ് ഹെഡ് വെയിറ്റേഴ്സ്. ഇനി ഇവർക്ക് വേണ്ട ഒരു കീ സ്കിൽസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇവർക്ക് കസ്റ്റമർ സർവീസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ ഫുഡ് ആൻഡ് ബിവറേജിലുള്ളൊരു നല്ലൊരു നോളജ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതുപോലെ മൾട്ടി ടാസ്കിങ് ആൻഡ് ടൈം മാനേജ്മെന്റിലുള്ളൊരു പരിജ്ഞാനവും അല്ലെങ്കിൽ അതിനുള്ളൊരു എബിലിറ്റിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി ഇവരെ മെയിനായിട്ടും ഹയർ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ്, അതുപോലെ കഫേസ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ചെയിൻസ്, കൂടാതെ കേറ്ററിംഗ് സർവീസസ് ആൻഡ് ബാൻക്വറ്റ്സ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ എല്ലാ പ്രൊഫഷനും എൻട്രി ലെവലിന് 1500 മിനിമം സാലറി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ UAEയുടെ പുതിയ നിയമപ്രകാരം, പുതിയ ലോ പ്രകാരം ഇവിടെ മിനിമം സാലറി എന്ന് പറയുന്നത് 1500 ദർഹംസ് ആണ്. അതുകൊണ്ടാണ് ഈ എല്ലാ എൻട്രി ലെവലിനും 1500 മിനിമം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് വെയിറ്റർ ആൻഡ് വെയിറ്റേഴ്സിന്റെ എൻട്രി ലെവലുള്ള സാലറി നോക്കാം. AED 1500 മുതൽ 2500 ദർഹംസ് വരെ, അതായത് 30,000 മുതൽ 50,000 ദർഹംസ് വരെ. ഇനി നമുക്ക് മിഡ് ലെവലിലോട്ട് പോകാം. മിഡ് ലെവലുള്ള ഒരാൾക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 2500 മുതൽ 4500 ദർഹംസ് വരെ, അതായത് 50,000 മുതൽ 90,000 രൂപ വരെ. ഇനി ലാസ്റ്റ് സീനിയർ ലെവൽ, ഇവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 4500 മുതൽ 6000 ദർഹംസ് വരെ, INR എന്ന് പറയുന്നത് 90,000 മുതൽ 1,20,000 രൂപ വരെ. അടുത്തതാണ് ഹൗസ് കീപ്പേഴ്സ്. ഇവർക്കും ഒരു മിനിമം ഹൈസ്കൂൾ ഡിപ്ലോമ നിർബന്ധമായി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്ലീനിങ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി ട്രെയിനിങ് മേഖലയിലെ ഒരു എക്സ്പീരിയൻസും ഇവർക്ക് ഉണ്ടായിരിക്കണം. ഇവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇനി ഇവരെ നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം: എൻട്രി, മിഡ്, സീനിയർ ലെവൽ. ഇനി ഇവർക്ക് വേണ്ട എക്സ്പീരിയൻസും ഇവർ ഏതൊക്കെ ഡെസിഗ്നേഷനിൽ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു എൻട്രി ലെവലുള്ള ഒരാൾക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 0 മുതൽ 1 വർഷത്തെ
വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവർക്ക് ഉണ്ടാകുന്നത്. അതായത് ഒരു ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഒരാൾക്കും ഈ പറയുന്ന എൻട്രി ലെവലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ക്ലീനിങ് ആൻഡ് ഹൗസ് കീപ്പിംഗ് ആയിരിക്കും. ഇനി നമുക്ക് നേരെ മിഡ് ലെവലിൽ പോകാം. ഇവർക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവർക്ക് 1 മുതൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇവരുടെ ഒരു മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് സൂപ്പർവൈസിങ് ഹൗസ് കീപ്പിംഗ് ടീംസ്. അതായത് നിങ്ങൾക്ക് ഒരു ടീമിനെ അസൈൻ ചെയ്തു തരും. അതായത് ക്ലീനിങ് ടീമിനെ, ഈ ടീമിനെ നിങ്ങൾ ലീഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ സീനിയർ ലെവലിൽ പോകാം. ഇവർക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവർക്ക് 3 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹൗസ് കീപ്പിംഗ് മാനേജർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു മാനേജർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജോലി ചെയ്യാനും സാധിക്കും. ഇനി ഇവർക്ക് വേണ്ട, അതായത് ഈ ഹൗസ് കീപ്പേഴ്സിന് വേണ്ട ഒരു മിനിമം കീ സ്കിൽസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ലീനിങ് മെത്തേഡ് ആൻഡ് മെറ്റീരിയൽ ഉള്ളൊരു നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ ടൈം മാനേജ്മെന്റ് ആൻഡ് എഫിഷ്യൻസി നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതുപോലെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആൻഡ് ക്വാളിറ്റി. നിങ്ങൾ ചെയ്യുന്ന ക്ലീനിങ് അല്ലെങ്കിൽ കീപ്പിംഗ് എന്ത് വർക്കായാലും അതെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ക്വാളിറ്റിയിൽ ചെയ്യുക എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് നിർബന്ധമായി അതിനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ലാസ്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ്. നല്ലൊരു കസ്റ്റമർ സർവീസ് നിങ്ങൾ ഫോളോ ചെയ്ത് തന്നെ കൊണ്ടുപോകണം. ഇനി ഇവരെ ഹയർ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹോട്ടൽസ്, റിസോർട്ട്, അതുപോലെ പ്രൈവറ്റ് ഹോമുകൾ. ഈ പ്രൈവറ്റ് ഹോംസ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഹോമുകൾ, അതായത് പാലസ് ഒക്കെ പോലെയുള്ള പ്രൈവറ്റ് ഹോമുകളിലും നിങ്ങളെ ഹയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി കൊമേഴ്ഷ്യൽ മേഖലയോട് നോക്കിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ് ആൻഡ് അതുപോലെ ഓഫീസുകൾ. ഈ എല്ലാ ഓഫീസുകളിലും ഒക്കെ ഇതുപോലെ ഈ ഹൗസ് കീപ്പിങ്ങിനെയും ആവശ്യമുണ്ടാവും. അപ്പം ഓഫീസുകളും ഡയറക്റ്റ് നിങ്ങളെ ഹയർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് എയർപോർട്ട്സ് ആൻഡ് ലാർജ് കോർപ്പറേഷൻസ്. ഇനി നമുക്ക് ഇവർക്ക് കിട്ടുന്ന ആവറേജ് സാലറി നോക്കാം. ഒരു എൻട്രി ലെവലുള്ള ഒരു ഹൗസ് കീപ്പേഴ്സിന് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 1800 മുതൽ 3000 വരെയാണ്. മറ്റുള്ളവരിൽ നിന്ന് ഇവർക്ക് കുറച്ചുകൂടെ സാലറി കൂടുതലാണ് കിട്ടുന്നത്. ഇനി ഇത് INR നോക്കിക്കഴിഞ്ഞാൽ 36,000 മുതൽ 60,000 രൂപ വരെ. ഇനി നമുക്ക് നേരെ മിഡ് ലെവൽ പോകാം. മിഡ് ലെവലുള്ള ഒരു ഹൗസ് കീപ്പേഴ്സിന് കിട്ടുന്ന ഒരു മാസം ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 3000 മുതൽ 4500 ദിർഹംസ് വരെ INR, 60,000 മുതൽ 90,000 രൂപ വരെ. ഇനി നേരെ സീനിയർ ലെവൽ ഇവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് AED 4500 മുതൽ 6000 ദിർഹംസ് വരെ, അതായത് 90,000 മുതൽ 1,20,000 രൂപ വരെ. അടുത്തതാണ് ക്ലീനേഴ്സ്. ഇവർക്കും ഒരു ഹൈസ്കൂൾ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലീനിങ്ങിനുള്ളൊരു പ്രീവിയസ് എക്സ്പീരിയൻസും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ഹോം കൺട്രിയിൽ നിന്നുണ്ടായാലും മതി. ഇവരെ നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം: എൻട്രി, മിഡ്, സീനിയർ ലെവൽ. ഇനി ഒരു എൻട്രി ലെവലുള്ള ഒരു ക്ലീനറിന് വേണ്ട എക്സ്പീരിയൻസും അവരുടെ ഒരു വർക്ക് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് 0 മുതൽ 1 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് ഒരു ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. ഇവർക്ക് ജനറൽ ക്ലീനിങ് ആയിരിക്കും ഇവരുടെ ഒരു ജോലി എന്ന് പറയുന്നത്. ഇനി നമുക്ക് മിഡ് ലെവൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവർക്ക് 1 മുതൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി ഇവരുടെ ഒരു ജോലി എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ക്ലീനർ ലെവലിലും സൂപ്പർവൈസേഴ്സ് ലെവലിലും ഒക്കെ ഇവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി സീനിയർ ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് 3 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലീനിങ് സൂപ്പർവൈസറായിട്ടും മാനേജറായിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഇവർക്ക് വേണ്ട കീ സ്കിൽസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ലീനിങ് ടെക്നിക്സ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിലുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. കൂടാതെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ഇനി ഇവരെ ഹയർ ചെയ്യുന്ന പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓഫീസ്, മാള്, അതുപോലെ പബ്ലിക് പ്ലേസസ്, കൂടാതെ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി സ്ഥാപനങ്ങൾ, ഹോട്ടൽസ്, സ്കൂൾസ് ആൻഡ് റെസിഡൻഷ്യൽ ബിൽഡിങ്സ്. ഇനി ഇവർക്ക് കിട്ടുന്ന ആവറേജ് സാലറി നമുക്ക് നോക്കാം. ഒരു എൻട്രി ലെവലുള്ള ഒരു ക്ലീനർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 1500 മുതൽ 2500 ദിർഹംസ് വരെയാണ്, അതായത് 30,000 മുതൽ 50,000 രൂപ വരെ. ഇനി മിഡ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് AED 2500 മുതൽ 4000 ദിർഹംസ് വരെ, അതായത് 50,000 മുതൽ 85,000 രൂപ വരെ. ഇനി നമുക്ക് സീനിയർ ലെവൽ നോക്കാം. ഇവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 4000 മുതൽ 6000 ദിർഹംസ് വരെ, INR 85,000 മുതൽ 1,20,000 രൂപ വരെ. അടുത്തതാണ് സെക്യൂരിറ്റി ഗാർഡ്സ്. ഇവർക്കും ഹൈസ്കൂൾ ഡിപ്ലോമ നിർബന്ധമായി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇവർക്കൊരു സർട്ടിഫിക്കേഷൻ വേണം, അതായത് സെക്യൂരിറ്റി ഗാർഡ് ട്രെയിനിങ് ആൻഡ് ലൈസൻസിലുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ് ഇവർക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഇവരെ നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം: എൻട്രി, മിഡ്, സീനിയർ ലെവൽ. ഒരു എൻട്രി ലെവലുള്ള ഒരു സെക്യൂരിറ്റി ഗാർഡിന് 0 മുതൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ബേസിക് സെക്യൂരിറ്റി ഗാർഡ്
റോൾസ് ആണ്. ഇനി മിഡ് ലെവൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവർക്ക് 2 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഇവർക്ക് ഒരു സൂപ്പർവൈസറി റോളിൽ ഇവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നേരെ സീനിയർ ലെവൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവർക്ക് 5 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസ് വേണം. ഇവർക്ക് സെക്യൂരിറ്റി മാനേജർ പോസ്റ്റിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇവരുടെ കീ സ്കിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സർവേലൻസ് ആൻഡ് മോണിറ്ററിംഗ്, അതുപോലെ റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് ഇൻസിഡന്റ് ഹാൻഡ്ലിംഗ്, പെട്രോളിംഗ് ആൻഡ് എമർജൻസി റെസ്പോൺസ്, നോളജ് ഓഫ് സെക്യൂരിറ്റി സിസ്റ്റംസ്, അതായത് CCTV, അലാറംസ്. ഇനി നമുക്ക് ഇവരെ ഹയർ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സ് ആൻഡ് മാൾസ്, കൺസ്ട്രക്ഷൻ സൈറ്റ്സ്, ഹോട്ടൽ, എയർപോർട്ട് ആൻഡ് എംബസീസ്. ഇനി നമുക്ക് ഇവരുടെ സാലറി നോക്കാം. ഒരു എൻട്രി ലെവലുള്ള ഒരു സെക്യൂരിറ്റി ഗാർഡിന് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 2000 മുതൽ 3500 ദിർഹംസ് വരെയാണ്. അതായത് 40,000 മുതൽ 70,000 രൂപ വരെ. ഇനി നമുക്ക് മിഡ് ലെവലിലോട്ട് പോകാം. ഇവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 3500 മുതൽ 5500 ദിർഹംസ് വരെ, 70,000 മുതൽ 1,10,000 രൂപ വരെ. ഇനി നമുക്ക് സീനിയർ ലെവൽ നോക്കാം. ഇവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 5500 മുതൽ 7500 ദിർഹംസ് വരെയാണ്. INR 1,10,000 മുതൽ 1,50,000 രൂപ വരെ. അടുത്തതാണ് പെയിന്റർ, ബിൽഡിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ. ഇവർക്കും ഒരു മിനിമം ഹൈസ്കൂൾ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതുപോലെ പെയിന്റിങ്ങിനുള്ള ഒരു വൊക്കേഷണൽ ട്രെയിനിങ് ഉണ്ടെങ്കിൽ ഇവർക്ക് അത് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇവരെ നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം: എൻട്രി ലെവൽ, മിഡ് ലെവൽ ആൻഡ് സീനിയർ ലെവൽ. ഒരു എൻട്രി ലെവലുള്ള ഒരു പെയിന്റർക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 0 മുതൽ 2 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് ഒരു ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ജനറൽ പെയിന്റിംഗ് ആൻഡ് വാൾ പ്രിപ്പറേഷൻ ആണ്. ഇനി നമുക്ക് മിഡ് ലെവലിലോട്ട് നോക്കാം. ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 2 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഒരു മിഡ് ലെവലുള്ള ഒരു പെയിന്റർക്ക് വേണ്ടത്. ഇനി ഇവരുടെ ഒരു വർക്ക് ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് പെയിന്റിംഗ് ഫോർ റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സ്. അടുത്തതാണ് സീനിയർ ലെവൽ. ഇവർക്ക് 5 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇവർക്ക് പ്രൊജക്ട് മാനേജർ ആൻഡ് ടീം ലീഡറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ജോബ് ടൈറ്റിലിൽ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ഇവർക്ക് വേണ്ട കീ സ്കിൽസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. പെയിന്റ്, കോട്ടിങ്സ്, അതുപോലെ ഫിനിഷിംഗ് ടെക്നിക്സ് എന്നിവയിലുള്ള ഒരു നോളജ് ഇവർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ സർഫേസ് പ്രിപ്പറേഷൻ ആൻഡ് ടൂൾ ഹാൻഡ്ലിംഗ്, അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആൻഡ് എസ്തെറ്റിക്സ്. ഇനി ഇവരെ ഹയർ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ആൻഡ് റിനോവേഷൻ കമ്പനീസ്, അതുപോലെ മാനുഫാക്ചറിംഗ് പ്ലാന്റ്സ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ്. ഇനി ഇവർക്ക് കിട്ടുന്ന ആവറേജ് സാലറി ഒന്ന് നോക്കാം. ഒരു എൻട്രി ലെവലുള്ള ഒരു പെയിന്റർക്ക് കിട്ടുന്ന ഒരു മാസം ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 2500 മുതൽ 4000 ദിർഹംസ് വരെ, അതായത് 50,000 മുതൽ 85,000 രൂപ വരെ. ഇനി ഒരു മിഡ് ലെവലുള്ള ഒരു പെയിന്റർക്ക് കിട്ടുന്ന ആവറേജ് സാലറി നോക്കിക്കഴിഞ്ഞാൽ AED 4000 മുതൽ 6500 ദിർഹംസ് വരെ, അതായത് 85,000 മുതൽ 1,30,000 രൂപ വരെ. ഇനി സീനിയർ ലെവൽ ഇവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് AED 6500 മുതൽ 8500 ദിർഹംസ് വരെ, അതായത് 1,30,000 മുതൽ 1,70,000 രൂപ വരെ. ഇനി ബ്ലൂ കോളർ ജോലി ഈ ഒരു ലിസ്റ്റിലെ അവസാനത്തേത് AC ടെക്നീഷ്യൻസ്. ഇവർക്കും ഒരു ഹൈസ്കൂൾ ഡിപ്ലോമ നിർബന്ധമായി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ HAVCയിലുള്ള ഒരു വൊക്കേഷണൽ ട്രെയിനിങ് ഉണ്ടായിരിക്കണം. ഇതിലുള്ളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇവരെയും നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം: എൻട്രി, മിഡ്, സീനിയർ ലെവൽ. ഒരു എൻട്രി ലെവലുള്ള ഒരു AC ടെക്നീഷ്യന് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവർക്ക് 0 മുതൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതായത് ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇവരുടെ ഒരു വർക്ക് ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ബേസിക് AC റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ആണ്. ഇനി നമുക്ക് മിഡ് ലെവലിലോട്ട് പോകാം. ഇവർക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 2 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവർക്ക് വേണ്ടത്. ഇവരുടെ ഒരു ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് ഇൻസ്റ്റാളേഷൻ ആൻഡ് റിപ്പേഴ്സ് ആണ്. ഇനി നമുക്ക് സീനിയർ ലെവൽ നോക്കാം. ഇവർക്ക് 5 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇവരുടെ ഒരു ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് HAVC സൂപ്പർവൈസർ അല്ലെങ്കിൽ ടെക്നീഷ്യൻ. ഇനി നമുക്ക് ഇവരുടെ ഒരു മെയിൻ കീ സ്കിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. AC ഇൻസ്റ്റാളേഷൻ, മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ, ട്രബിൾ ഷൂട്ടിംഗ് HAVC സിസ്റ്റംസ്, കൂടാതെ നോളജ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റംസ് റിലേറ്റഡ് ടു കൂളിംഗ്. ഇവരെ മെയിനായിട്ടും ഹയർ ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ കമ്പനീസ്, HAVC കോൺട്രാക്ടേഴ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡേഴ്സ്, അതുപോലെ ലാർജ് കോർപ്പറേഷൻസ് വിത്ത് ഇൻഹൗസ് HAVC സിസ്റ്റംസ്. ഇങ്ങനെയുള്ള ഇൻഡസ്ട്രികളാണ് ഇവരെ കൂടുതലായിട്ടും ഹയർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവരുടെ ഒരു സാലറി നോക്കാം. ഒരു എൻട്രി ലെവലുള്ള ഒരു AC ടെക്നീഷ്യന് കിട്ടുന്ന ഒരു മാസം ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 2500 മുതൽ 4000 ദിർഹംസ് വരെയാണ്. INR 50,000 മുതൽ 85,000 രൂപ വരെ. ഇനി ഒരു മിഡ് ലെവലുള്ള ഒരു AC ടെക്നീഷ്യന്റെ സാലറി എന്ന് പറയുന്നത്
AED 4000 മുതൽ 6500 ദിർഹംസ് വരെ, അതായത് 85,000 മുതൽ 1,30,000 രൂപ വരെ. ഇനി ലാസ്റ്റ് സീനിയർ ലെവലുള്ള ഒരു AC ടെക്നീഷ്യന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് AED 6,500 മുതൽ 10,000 ദിർഹംസ് വരെ, അതായത് 1,30,000 മുതൽ 2,10,000 രൂപ വരെ. സോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് ഇവിടെയുള്ള ഒരു ബ്ലൂ കോളർ ജോലിയിലുള്ള കുറച്ച് ഹൈ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലുകൾ. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു പ്രൊഫൈൽ വർക്ക് ചെയ്യുന്നവരാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ നാട്ടിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് കയറി പോരാം. കാര്യം നിങ്ങൾക്ക് ഇവിടെ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇനി അടുത്ത എപ്പിസോഡിൽ വരുന്ന പ്രൊഫൈലുകളെ കുറിച്ച്, അത് അടുത്ത എപ്പിസോഡിൽ ഞാനൊരു IT സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ IT മേഖലയിലുള്ള കുറച്ച് പ്രൊഫൈലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുക. ഇനി ഞാൻ ഈ പറഞ്ഞതിലൊന്നും നിങ്ങളുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ വന്നിട്ടില്ലെങ്കിൽ അത് ഏതാണെന്ന് കമൻറ്റ് ചെയ്താൽ വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും മാസലാമ.